അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള രക്ഷിതാക്കളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളെ ചില സമയങ്ങളിൽ നമ്മൾ ശാപത്തിൻ്റെ വാക്കുകൾ പലരും പറയാറുണ്ടായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സ്വന്തം മക്കളെ ആരും മക്കളായാലും നമ്മൾ ഒരു കാരണവശാലും അവരെ ശപിക്കുന്ന വാക്ക് നമ്മിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നമ്മൾ അവരെ ശപിച്ചു കഴിഞ്ഞാൽ, ശാപത്തിൻ്റെ ഏതെങ്കിലും വാക്ക് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ മക്കൾ ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഉടനെ നമ്മളിൽപ്പെട്ട പല മാതാപിതാക്കളും മക്കളെ ശപിക്കുന്നുണ്ടാവും. ഈ മക്കൾ എത്രത്തോളം ഇത് സംബന്ധമായി വിഷമിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അവർ പ്രയാസപ്പെടുക, അവർ ഇടങ്ങേറാവുക, അതൊക്കെ നമ്മൾ അവരെ ശപിച്ചത് കൊണ്ടായിരിക്കും. എന്നിട്ട് അവർ ഇടങ്ങേറാവുന്നതും അവർ പ്രയാസപ്പെടുന്നതും ജീവിതത്തിൽ ഒരു ഉയർച്ച ഇല്ലാതെ ആകുന്നതൊക്കെ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ നമുക്കതിന് ടെൻഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എത്ര ദുആ ചെയ്യൂല അവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ മാതാപിതാക്കൾ ചിന്തിക്കുക, നമ്മൾ അവരെ മാതാപിതാക്കളല്ലേ, നമുക്ക് ശപിക്കാം എന്ന് നിയ്യത്തെടുക്കുന്ന ചില മാതാപിതാക്കളുണ്ടാവും. എനിക്കൊരു ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, വീട്ടിൽ പോകുമ്പോൾ പ്രയാസങ്ങളാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സ് കുത്തുന്ന വാക്കുകളൊക്കെ പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും മക്കളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതിന് വേണ്ടി ദുആ ചെയ്യുക, ഒരിക്കലും അവരെ ശപിക്കരുത്. നല്ല കാര്യത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് നമ്മൾ എങ്ങനെ ദുആ ചെയ്താലും പടച്ചോ സ്വീകരിക്കുമല്ലോ. മോശത്തിന് വേണ്ടി ദുആ ചെയ്താലും മാതാപിതാക്കൾ എങ്ങനെ ദുആ ചെയ്താലും പടച്ചോ സ്വീകരിക്കും. അപ്പോൾ അതറിയുന്ന മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്താൽ മതി, പടച്ചോനെ എൻ്റെ മകനെ നീ ഒന്ന് നന്നാക്കി തരണേ, നല്ല ഹിദായത്ത് കൊടുക്കണേ, ദുആ ചെയ്തൊക്കെ അല്ലാഹു സ്വീകരിക്കും. പടച്ച റബ്ബ് നമ്മളെയും നമ്മളെ മക്കളെയൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.